ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ലെറ്റ്സ് പ്ലേ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ് ലെറ്റ്സ് പ്ലേ വീഡിയോ ഗൈസ്. അതെ, അതിന് തൊട്ട് നമ്മൾ ശനി ഞായർ മാത്രമായിരിക്കും വീഡിയോയും ലൈവും ഒക്കെ ഇടുന്നത്. ലൈവ് ഇടുന്നുണ്ട്, ഇന്ന് വൈകിട്ട് ലൈവ് കാണും. അപ്പോൾ എന്തായാലും നമുക്ക് ടൈമില്ല ഗൈസ്, കുറച്ച് പ്രശ്നങ്ങൾ, സമയം ഇല്ല അതുകൊണ്ട് രാത്രിയാവുന്നു ഇവിടെ തുടങ്ങാം. അപ്പം ഇന്ന് എന്തായാലും നമ്മൾ എത്തിയിരിക്കുന്നത്, എടാ ഞാൻ അന്ന് ഇവിടെ ഈ വില്ലേജ് ബ്രീഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ ഫിഷ് ഫാം ഉണ്ടാക്കിയിട്ട് കുറേ ദിവസം ഇവിടെ നിന്നടാ. അപ്പം എനിക്ക് 4 വില്ലേജറെ കഷ്ടിച്ച്, ഈ 4 വില്ലേജറെ വെച്ച് ഇന്ന് നമുക്ക് ഡയമണ്ട് ആർമർ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് നോക്കണം. ജാവയ്ക്കകത്തായിരുന്നെങ്കിൽ മറ്റേ സ്മിത്തിങ് ടേബിൾ അല്ല, ബ്ലാസ്റ്റ് ഫർണസ് ആണ്. ആ ബ്ലാസ്റ്റ് ഫർണസ് കൊടുത്താൽ നമുക്ക് ഫുൾ ആർമർ കിട്ടും. പക്ഷേ ബെഡ് റോക്ക് അങ്ങനെ കിട്ടത്തില്ല ഗൈസ്. അങ്ങനെ കിട്ടാത്തത് കൊണ്ട് കിട്ടാത്തത് കൊണ്ട് നമുക്ക് രണ്ടായിട്ട് ചെയ്യേണ്ടി വരും. 2 ബ്ലാസ്റ്റ് ഫർണസ് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ കൊടുക്കാനാണെങ്കിലും 2 ബ്ലാസ്റ്റ് ഫർണസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് കിട്ടണമെന്നൊരു ഉറപ്പുമില്ല. അതിന് ലക്ക് എത്താണ്ട് ഇതേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് ഇവരെ വെച്ചിട്ട് 4 പേര് വെച്ചിട്ട് ട്രേഡിംഗ് ഹാൾ അങ്ങ് ഉണ്ടാക്കാം. അപ്പൊ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാനായിട്ട് കുറച്ച് സ്റ്റോൺ സാധനമൊക്കെ വേണം. അതിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ അതെന്തായാലും ഒപ്പിക്കാം ഗൈസ്. പിന്നെ ഇതിന്റെ കാര്യം എന്നോട് പറഞ്ഞ, ഞാൻ മേളിൽ ബോട്ടം സ്ലാബ് വെച്ചപ്പോൾ പറഞ്ഞായിരുന്നു ബോട്ടം സ്ലാബ് അല്ല മറ്റേ സ്ലാബ്, മറ്റേ ബ്ലോക്കാ വെക്കണമെങ്കിൽ. പക്ഷെ എനിക്ക് ബോട്ടം സ്ലാബ് വെച്ചാൽ ആദ്യം ഇവിടെ കുറച്ച് ലൂട്ട് കിട്ടിയടാ. അത് ഇവിടെ അതാ ഇത്ര എനിക്ക് കിട്ടി. പിന്നെ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ബോട്ടം സ്ലാബ് പൊട്ടിക്കാതെ മേളിൽ കുറെ ഡേർട്ട് വെച്ചു. അത് ഇനി മാറ്റിയിട്ട് നമുക്ക് ബോട്ടം സ്ലാബ് പൊട്ടിച്ചിട്ട് നമുക്ക് വേറെ അവിടെ ഇരിക്കട്ടെ, ചുമ്മാ ഒരു വീഡിയോ പോയെന്നല്ലാതെ വേറെ മെച്ചൊന്നും ഉണ്ടായില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ കുറച്ച് ബ്ലോക്ക് ഒപ്പ് ചെയ്യാൻ കേസ്. ആദ്യം നമുക്ക് 4 പേരെ നിർത്താൻ പറ്റുന്ന നമുക്ക് ആദ്യം ഉണ്ടാക്കാം. നമുക്ക് പതുക്കെ പതുക്കെ സെറ്റ് ആക്കി ഇന്ന് നമുക്ക് എന്തായാലും ട്രേഡ് ചെയ്ത് സെറ്റ് ആക്കില്ല. എൻ്റെ എമറാൾഡൊന്നും ഇല്ല ട്രേഡ് ചെയ്ത് തുടങ്ങാനാണെന്നില്ല. അയൺ ഉണ്ട്, അയൺ ട്രേഡ് ചെയ്യാൻ തുടക്കത്തിലേ പറ്റുമോന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം എന്തായാലും. ഞാൻ അപ്പുറത്തെ ഇതുണ്ടാക്കി ഇവിടുന്ന കേസ് മൊത്തം വെട്ടിയെടുത്തു. നമുക്ക് എന്തായാലും ഇവിടുന്ന് തന്നെ കുറച്ചൊന്ന് വെട്ടിയെടുത്തിട്ട് അപ്പുറത്ത് നമുക്ക് ട്രേഡിംഗ് ഹാളിന്റെ പണി ചെറുതായിട്ടൊന്ന് തുടങ്ങി വെക്കാം. നമുക്ക് ഈ അപ്പുറത്തെ വില്ലേജിന്റെ അപ്പുറത്തെ സൈഡിലായിട്ടായിരിക്കും കേസ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. ഇമാരെ നമ്മൾ പതുക്കെ കൊണ്ട് അപ്പുറത്ത് കൊണ്ടുപോകും. തൽക്കാലത്തിനായിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കുകയാണ്. കാരണം അറിയാലോ, ഇത് ഇപ്പൊ ഇമാരെ കൊണ്ട് എന്തായാലും ഒരു 4 വില്ലേജറെ കൊണ്ട് എന്തോ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാനാണ്. നമുക്ക് കുറച്ച് ബുക്കൊക്കെ ലൈബ്രറിമാരെയൊക്കെ സെറ്റ് ആക്കണം. അത് നമുക്ക് കുറച്ചുകൂടെ AFK ഒക്കെ നിൽക്കണം കഴിച്ച് നമ്മള്. എനിക്കേതാണ് നമുക്ക് സെറ്റ് ആക്കാം. അപ്പം പിന്നെ അപ്പുറത്തെ വില്ലേജിൽ നിന്ന് വില്ലേജറെ പിടിച്ചോണ്ട് വന്ന് ഇട്ടാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, ബ്രീഡർ ഉണ്ടാക്കിയിട്ട് വെറുതെ ഇരിക്കില്ല, ബ്രീഡറിൽ നിന്ന് തന്നെ കൊണ്ടുവെക്കാന്ന് വെച്ചു കേസ്. നമുക്ക് എന്തായാലും കുറച്ച് ഇത് സ്റ്റോൺ ഞാൻ വെട്ടിയെടുത്തിട്ട് പറ്റും കേസ്. നമുക്ക് നമ്മളെന്തായാലും ഒരു സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് പോയി ബാക്കി സാധനമൊക്കെ ഉണ്ടാക്കാൻ കേസ്. നമുക്ക് മറ്റേ സ്മൂത്ത് സ്റ്റോൺ ഒക്കെ വേണമല്ലോ ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കാൻ. പിന്നെ ഡയമണ്ട് സോഡ് ഗ്രൈൻഡ് സ്റ്റോൺ തോന്നുന്നു. ഗ്രൈൻഡ് സ്റ്റോൺ ആദ്യം നമുക്ക് ഇത് രണ്ടും വെച്ച് നോക്കി. അതെന്തുകൊണ്ട് അതിനകത്തുണ്ടായിരുന്നു കുറച്ച്. ഓക്കെ, സ്റ്റോൺ എടുത്തിട്ട് നമുക്ക് സ്മൂത്ത് സ്റ്റോൺ ആക്കുന്നത് എങ്ങനെയായിരുന്നു മറന്നുമില്ലേ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് സ്മൂത്ത് സ്റ്റോൺ ഉണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നു. ബ്രിക്കാണല്ലേ സ്മൂത്ത് സ്റ്റോൺ ഉണ്ടാക്കുന്നത്. നമ്മൾ സ്മെൽറ്റ് ചെയ്യുമായിരുന്നു, മറന്നുടാ. സ്മെൽറ്റ് ചെയ്യായിരുന്നു തോന്നി. സത്യമായിട്ട് മറന്നു എങ്ങനെ ഉണ്ടാക്കുന്നത്. എനിക്ക് പറഞ്ഞ സംഭവം സ്മൂത്ത് സ്റ്റോൺ. അതെ, സ്മെൽറ്റ് നമുക്ക് 3 സ്മൂത്ത് സ്റ്റോൺ വേണം. 2 സ്വർണ്ണോടെ മതി. നമുക്ക് 3 ആയിട്ടുണ്ട്. തിരിച്ചെടുക്കാം. നമുക്ക് ഇങ്ങോട്ടൊരു കൂട് കെട്ടാൻ കഴിയും. ആദ്യം നമ്മൾ താൽക്കാലികമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കോബിൾ സ്റ്റോണിലൊക്കെ ഉണ്ടാക്കാം. നമുക്ക് കാര്യമായിട്ട് നമ്മൾ പിന്നെ ഉണ്ടാക്കൂടാ. അപ്പം എന്തായാലും അപ്പോഴത്തേക്ക് നമുക്ക് സെറ്റ് ആക്കാം, അടിപൊളിയായിട്ട് ഉണ്ടാക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ 2 ബ്ലോക്ക് ഒരാൾക്കുള്ളത് നമുക്ക് 4 പേരെ നിർത്താനായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടുന്ന് മറന്നു ഇങ്ങനെയായിരുന്നു. ഇവിടുന്ന് ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് ഇവിടെ 2 ഇനി നമുക്കൊരു 4 കൂട് സെറ്റ് ആക്കിയിട്ടേ അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നവന്മാരെല്ലാം ഇനി എത്തിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പണി നോക്കാം.
പിന്നെ ട്രാപ്പ് ഡോറും വേണം. ട്രാപ്പ് ഡോർ ഉണ്ടാക്കാം. സ്മൂത്ത് സ്റ്റോൺ മറ്റേ ഞാൻ സ്മിത്തിങ് ടേബിൾ ഉണ്ടാക്കി അയണങ്ങ ഉണ്ടാകുന്നു തോന്നുന്നു. ഗേസ് എന്തായാലും 4 നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുഡും ഇല്ല. ഇത് കഷ്ടമായി. ഓക്കെ 4 ഉണ്ടാക്കി. നമുക്ക് ഇനി ഒരു ട്രാപ്പ് ഡോർ വേണം. ട്രാപ്പ് ഡോർ 2 ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാം ട്രാപ്പ് ഡോർ. മറ്റേത് സ്പ്രൂസിൻ്റെ ഇല്ല. ഓക്കെ ഗേസ് ഇവിടെ നിഴഞ്ഞിഴഞ്ഞ് പോത്തോളൂ. അത് ഇതിന്റെ അടി വെച്ചാൽ ഇത് വർക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കയറ്റാൻ പറ്റുമല്ലേ? റെയിൽ ഇരിപ്പുണ്ടോ ഇതിനകത്ത്? അതുമില്ല. എല്ലാം കൊണ്ടും കഷ്ടകരമാണ്. എടാ ഞാൻ കുറച്ച് റെയിൽ ഉണ്ടാക്കിയിട്ട് വരുന്നത്. അതാ ഓക്കെ നമ്മൾ എന്തായാലും 48 റെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയും ആവുന്നില്ലല്ലോ വലിയ. ഇനി മൈൻ കാർട്ട് ഉണ്ടാക്കാം. നമുക്ക് എന്തായാലും ഇത് അവിടെ വരെ ഒന്ന് കണക്ട് ചെയ്യാടാ. ഒരു മിനിറ്റ്. ഇതൊക്കെ ഇതിനകത്ത് സൂപ്പർ. ഇവിടെ ഈ റെയിൽ വലിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് അത് നേരെ പോകുന്നില്ല. അത് അല്ലാതെല്ലാം നേരെ പോകുന്നുണ്ട്. ഓക്കെ ഇതെന്തായാലും നമുക്ക് ഇവിടെ കൊണ്ട് മുട്ടിക്കാം. എത്തുമെന്ന് തോന്നുന്നു. ഇനി അയൻ വേണ്ടി വരും ഇവിടെ മിക്കവാറും. രാത്രിയല്ലേ ആയത്? ഞാൻ ഉറങ്ങട്ടെ. അല്ലെങ്കിൽ ഏതെങ്കിലും സോമ്പിൽ നിന്ന് ആറുകൾ അടിച്ച് കൊല്ലും. സമയം പോകുന്ന വഴി ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ എന്താ മനസ്സിലായി. ഇവിടെ ഞാൻ പിന്നെ ഇടയ്ക്ക് വെച്ച് ലാവയ്ക്കകത്ത് പിന്നെ ഞാൻ ചത്ത്. എൻ്റെ വലിയൊരു അടിപൊളി പോയില്ല. അല്ല ഇതില്ലായിരുന്നു മറ്റേ ഇത്. അത് തന്നെ ഏതായിരുന്നു? എൻ്റെ പേരെന്തായിരുന്നു? മറ്റേ സുന. ഓക്കെ നമ്മളെന്തായാലും എത്തിച്ചിട്ടുണ്ട്. നമുക്കൊരു ഇതുകൂടെ ഉണ്ടാക്കാം. മൈൻ കാർട്ട്. ഓക്കെ ബാക്കി 2 അയണുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് സ്മിത്തിങ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ലേ. ഇത് നമ്മൾ തന്നെ തള്ളി വരേണ്ടി വരും മിക്കവാറും. കാരണം എൻ്റെ മറ്റേ സാധനം ഒന്നും ഇല്ലടാ. പവർ റെയിലിന് സൂപ്പർ. പവർ റെയിലിന് കൊടുക്കാനായിട്ടേ പവർ റെയിലിന് കൊടുക്കാനായിട്ട് എൻ്റെ ആ സുനിയൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ തന്നെ തെളിവ് വരേണ്ടി വരും. കുഴപ്പമില്ല. ഇറങ്ങി വലിയ മണ്ട അടിക്കാൻ പോകുന്നു. ഇത് നമുക്ക് പൊട്ടിച്ചിട്ടേ ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം പ്ലീസ്. നിങ്ങൾക്ക് അടുത്തതിനെ കയറ്റി വിടാം. 4 കയറ്റി വിട്ടിട്ട് നമുക്ക് നോക്കാം. നടക്കുന്നിടത്താ പരിപാടിക്കണമെന്നോ ഇല്ല. ഇനി അതുകൊണ്ട് വേറെ വല്ല ഇങ്ങോട്ട് കയറി ശരി കേസ് അത് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനി ഇത് ഇവിടുന്ന് പൊട്ടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കണം പ്ലീസ്. ഇതൊക്കെ ഭയങ്കര മെനക്കെട. വില്ലേജറിനെ കൊണ്ട് തന്നെ ഒന്നാമതാവുമ്പോൾ ആൾക്ക് ബ്രീഡാവുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. എന്താണെന്ന് നോക്കണം. എടുത്താൽ പോവൂ. പോടാ ഒരുത്തനോടെ ഉള്ളു അവൻ പോകുന്ന സംശയം. മുടങ്ങോരെത്തി കഴിഞ്ഞു കേട്ടോ. ഉമ്മാർക്ക് ഇനി വർക്ക് കൊടുക്കുന്നവന്മാർ എടുക്കുമെന്ന് ആയിട്ട് അറിയാൻ പറ്റും. നമുക്ക് 2 ബ്ലാസ്റ്റ് ഫർണസ് നമുക്ക് 2 എണ്ണം വേണ്ട. അത് നമുക്ക് അത് ഏത് വില്ലേജറായിരുന്നു ബ്ലാസ്റ്റ് ഫർണസ്? എന്തായാലും ഞാൻ സ്മിത്തിങ് ടേബിള് ടൂൾ സ്മിത്ത് അത് ടൂൾസ് അല്ലേ. ബ്ലാസ്റ്റ് ഫർണസ് എല്ലാവരും ആർമർ വരുന്നത്. അപ്പൊ ബ്ലാസ്റ്റ് ഫർണസ് 2 എണ്ണം ഉണ്ടാക്കണം. അതിന് നമുക്ക് 2 സ്റ്റോൺ വേണം. ആൾക്കോട്ടെ കിട്ടോ. ഈ കണക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. നോക്കണം നോക്കിയിട്ട് എന്താ ഹ്യൂമാൻ്റെ അകത്ത് കയറ്റിയില്ലേ. നമുക്ക്
ആരാണ് നമുക്ക് ഇത് തരുന്നതെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യടാം. വെയിറ്റ് ചെയ്യാം, ഞാൻ നോക്കിട്ടോ. ഗൈസ് കിട്ടി നമുക്ക് ബ്ലാസ്റ്റ് ഫർണസ്. അതായത് ബ്ലാസ്റ്റ് ഫർണസ് തരുന്ന ആളാണ് നമുക്ക് ഇത് തരുന്നത്. ഏതാ? ആർമറും ടൂൾസും തരുന്നത്. വെപ്പൺ സ്മിത്ത് ആണ്. സ്മിത്തിങ് ടേബിൾ ഉള്ളതാണ് ആക്സും പിക്കാക്സും ഒക്കെ തരുന്നത്. ഇപ്പൊ നമുക്ക് സ്മിത്തിങ് ടേബിൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ നിഗമനം. അതെ, സ്മിത്തിങ് ടേബിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊരു സ്മിത്തിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും ആദ്യം നിൽക്കുന്നതിനെ കൊടുക്കാം. വർക്ക് എടുക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. ഓക്കെ, പാർട്ടിക്കിൾ കാണിച്ചു. ആര് വർക്ക് എടുക്കും? എനിക്ക് ആരെടുക്കുമെന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇവൻ എടുക്കും. ഇവൻ ലെതർ ടൂണിക്ക്. ഓക്കെ, ഇവന് നമുക്കിനി ട്രേഡ് ചെയ്ത് ഇവനെ നമുക്ക് അൺലോക്ക് ചെയ്യണം. ഗൈസ് മാസ്റ്റർ ആകാം. ഇവൻ നമുക്ക് ഇത് ലെതർ വർക്കർ അല്ലയോ? ഇവനല്ലേ തരുന്നത്? ഇത് ലെതർ വർക്കർ. ഇവൻ ടൂൾസ് മിത്തായി. അപ്പൊ നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. ആക്സില്ല ഗൈസ്. ഓക്കെ, ഞാൻ പെട്ടെന്ന് ലെതർ വർക്കർ ഇത് സംഭവം മനസ്സിലായില്ല പെട്ടെന്ന്. ടൂൾ സ്മിത്ത് ആയാലും എന്ത് ചെയ്യും? ഇവൻ ടൂൾ സ്മിത്ത് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവന് വർക്ക് കൊടുത്തിട്ട് ഇവൻ ടൂൾ സ്മിത്ത് ആക്കാം. ഓക്കെ, ഇവൻ ടൂൾ സ്മിത്ത് ആയി. ഇനി ഇവന്റെ നമുക്ക് ഡയമണ്ടും കോളും കൊടുത്ത് നമുക്ക് ഇവനെ അൺലോക്ക് ചെയ്ത് നമുക്ക് ആക്സും ശബരം തരും. ഇനിയാണ് ഗൈസ് പണി. തിരിച്ചെടുക്ക. ഇനി കുറച്ചുകൂടെ അയൺ വേണം. ഞാൻ കുറച്ചുകൂടെ അയൺ എടുത്തിട്ട് വരാം. നമുക്ക് നമ്മൾ എടുത്തോണ്ട് വന്ന് നമുക്ക് ബ്ലാസ്റ്റ് ഫർണസ് കൂടെ ഉണ്ടാക്കണ്ടേ. ബാക്ക് പോകുന്നില്ല അവയി. ഓക്കെ, അതിന് ഫർണസ് വേണം. ഒരു ഫർണസ് വേണ്ടേ? ഒന്നോടെ ഒരെണ്ണോടെ തേങ്ങ നോക്കണെങ്കിൽ. ഓക്കെ, ബ്ലാസ്റ്റ് ഫർണസ് ആക്കി. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. 3 സ്മോക്ക് സ്റ്റോൺ താഴെ, 2 ഫർണസ്, പിന്നെ ബാക്കി അയൺ. ഓക്കെ, നമ്മൾ 2 ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. ആരെടുക്കുന്നു നോക്കാം. ഇതിനെ നോക്കാം. വർക്കെടുക്കൂ. ഓക്കെ, ഇനി ഗ്രൈൻഡ് സ്റ്റോൺ വേണം. ഞാൻ ഉണ്ടാക്കുന്നത് മറന്നുപോയി. നമ്മൾ തൽക്കാലത്തേക്കിന് ഉണ്ടാക്കുന്നതാണ് ഗൈസ്. ഇവന്മാര് നമ്മൾ എന്തായാലും തട്ടും അപ്പുറത്തോട്ട്. ഒരു സ്ലാബും 2 വുഡും 2 സ്റ്റിക്കും. സ്ലാബ്. ഏത് സ്ലാബാ വേണ്ടുന്ന? ഏതെങ്കിലും സ്ലാബ് വരൂ. അതോ സ്ലാബിനില്ല, അങ്ങനെ പോകുന്നു. നമുക്ക് ഇത് സ്ലാബ് ആക്കിയിട്ടുണ്ട്. ഇന്നാണ് ഈ സ്ലാബ് എടുത്ത് ഇവിടെ വെച്ചിട്ട് 2 വുഡും 2 സ്റ്റിക്കും. ഓക്കെ, ഒരു ഗ്രൈൻഡ് സ്റ്റോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആരെടുക്കും? വർക്ക് എടുക്കുവാണെങ്കിൽ ഇവന്മാര് ലിങ്ക് ആവുന്നില്ല. ഇവന്മാര് ലിങ്ക് ആവായിരിക്കും ഗൈസ്. ലിങ്ക് ആവട്ട്. നമുക്ക് എന്തായാലും പൊട്ടിച്ച് മാറ്റി വെച്ച് നോക്കാം. ഇനി നമുക്ക് യുവന്മാരെയൊക്കെ ട്രേഡ് ചെയ്ത് സെറ്റ് ആക്കണം ഗൈസ്. ലെതർ വർക്കർ ആവുന്നില്ല. യുവന്മാരെയൊക്കെ ട്രേഡ് ചെയ്ത് നമുക്ക് സെറ്റ് ആക്കാം ഗൈസ്. ഇതൊരു ലിങ്ക് ആവട്ടെ. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് പതുക്കെ യുവന്മാരെ ട്രേഡ് ചെയ്ത് സെറ്റ് ആക്കാം. നമുക്ക് ജസ്റ്റ് ഡയമണ്ട് ആർമർ കിട്ടുന്നിടാൻ പറ്റും. നമുക്ക് നെതർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം ഗൈസ്. അപ്പം അതിനു വേണ്ടി മാത്രം ഇവന്മാരി ഇപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഞാൻ സൈൻ ഓഫ് ഗൈസ്.